LDF സർക്കാരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വികസനത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അത് മുഹമ്മദ് റിയാസ് ആണ്. ഫ്ലെക്സുകളിലൂടെ മാത്രമാണ്. ആരെങ്കിലും അത് കോൺഗ്രസ് ആയാലും BJP ആയാലും മറ്റ് ഏതെങ്കിലും പ്രാദേശികമായി തന്നെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആദ്യം അവിടെ ഓടിയെത്തി ഒരു 300 രൂപയുടെ ഫ്ലെക്സ് അടിച്ചു വയ്ക്കുക എന്നതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ രീതി. മറിച്ച് അങ്ങനെയല്ല. സുരേഷ് ഗോപിക്ക് തന്റെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു നോക്കിയാൽ 1 കോടി രൂപയുടെ മുടക്കിയാണ് ശക്തൻ മാർക്കറ്റ് നവീകരിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനമുണ്ട്. കോടാനുകോടി രൂപ മുടക്കി റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കും. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്. പിന്നീട് അവിടെ ആകാശപാതകൾ നിർമ്മിച്ചു. അങ്ങനെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെട്രോയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പറയുന്നുണ്ട്. മെട്രോ അത് കോയമ്പത്തൂർ വരെ നീട്ടുമെന്ന രീതിയിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് 1 വർഷമല്ലേ ആകുന്നുള്ളൂ. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ വരും. അതിനിടയിലാണ് ഈ ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രിയും